നിർത്താം. ടൂറിസം വകുപ്പ്, കേരള സർക്കാർ. സാറേ, കാർ കയറാൻ വരട്ടെ. ഈ നിധിപ്പൊതി ഇവിടെ ഇട്ടിട്ട് സാർ എങ്ങോട്ടാ? ഹെൽത്ത് ക്ലബിലേക്ക്. ശാന്തേടത്തിയെ ഊപ്പര് തടി നന്നാക്കാൻ പോവാണെന്ന്. പോയിക്കോട്ടല്ലേ. ടൗസർ വിട്ട് പടി നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ ഏത് ഞെളിയ പറമ്പിലേക്കായാലും വേണ്ടിയില്ല. പോകുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് മണക്കാൻ താൻ കൊണ്ടിട്ട ഈ സമ്മാനപ്പതി ഉണ്ടല്ലോ, ഇതെടുത്ത് തന്റെ ഈ കിണ്ടിയിലേക്കോ ഞങ്ങളുടെ ഈ വണ്ടിയിലേക്കോ വെക്കണം. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? എന്ത് ഞങ്ങൾ ആരാണെന്നോ? സുഖറേ, ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നിങ്ങളൊക്കെ അന്തിപൊലരോളം തിന്നു തുപ്പുന്ന രാവിലെ കാണാൻ ഇഷ്ടമില്ലാത്ത വേസ്റ്റ് ഇല്ലേ, അത് കോരാൻ നടക്കുന്ന പെണ്ണുങ്ങളാ. എന്തേ മനസ്സിലായോ? ഇവിടെ നിന്ന് മാഞ്ഞാലും പറയാതെ വേഗം ആ പൊതി എടുത്ത് പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക് സാറേ. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇവിടെ ഇപ്പൊ വേണ്ടില്ലേ? എന്തൊരു നാറ്റം! ഈ ഹമുക്കുകളൊക്കെ എന്ത് തിന്ന് കൂട്ടാണ് എന്റെ റബ്ബേ. വണ്ടി. ഹായ്, എന്ത് രസാ അങ്കിൾ. എനിക്കും കൂടി പഠിപ്പിച്ചു ചിത്രം വരയ്ക്കാൻ. പിന്നെന്താ, പഠിപ്പിച്ചു തരാലോ. അതിരിക്കട്ടെ, എന്റെ പൊന്നുമക്കൾക്ക് പഠിച്ചു വലുതായിട്ട് ആരൊക്കെയാവണമെന്ന് ആഗ്രഹം? എനിക്ക് നല്ലൊരു പാട്ടുകാരി ആവണം. എന്നിട്ട് TV പോയി പാടണം. പാടിക്കഴിഞ്ഞാൽ നല്ലൊരു വീട് കിട്ടുമല്ലോ. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള പരിപാടിയാണല്ലേ, തരക്കേടില്ല. ആട്ടെ, ചിന്നുനോ? എനിക്ക് ടീച്ചർ ആവണം. അങ്കിളിന് ആരാവാനായിരുന്നു ആഗ്രഹം? പേരും പെരുമയുള്ള ഒരു ചിത്രകാരൻ. എന്നിട്ടായതോ ചുമര് കുമ്മായം പൂശുന്ന ഒരു പണിക്കാരൻ. എന്നാ അതെങ്കിലും എടുത്ത് ജീവിക്കാൻ സമ്മതിച്ചോ ദൈവം തമ്പുരാൻ? അതുമില്ല, എടുത്ത് താഴെയിട്ടു. പിന്നെ ആഗ്രഹിക്കണം നമ്മള്, പക്ഷേ തീരുമാനം ദൈവത്തിന്റെയാ. മക്കളെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, ആകെ വേർതിരിക്കുക. ചന്ദ്രേട്ടനെ വെറുപ്പിച്ചോ രണ്ടും കൂടി? ഏയ്, ഞാൻ അവരെ വെറുപ്പിക്കാൻ പരമാവധി നോക്കി, നടന്നില്ല. ചന്ദ്രേട്ടാ, ഞാൻ കയ്യും കാലും പോകെങ്കിൽ വേഗം വരാം. മോളെ, ആയുർവേദം തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് ചന്ദ്ര? മാറ്റെന്ന് പറയാൻ എന്താ ശാന്തെടുത്തി? ഈശ്വരൻ കിടത്താൻ ഉദ്ദേശിച്ച പിന്നെ നമ്മൾ നടക്കാൻ ക്ഷണിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊന്നും പറയല്ലേ മോനെ. എണീറ്റ് നടക്കാഞ്ഞാലാവോ നമുക്ക്? ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഒന്നിനു മാത്രം പോകുന്ന ഒരു മോനുണ്ടായിട്ട് എന്താ കാര്യം? അവനെയും കെട്ടികളെ എച്ചിലെടുത്ത് പോറ്റേണ്ട ഗതികേടല്ലേ വയസ്സുകാലത്ത് എനിക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവർക്ക് നാളെ പരീക്ഷയുള്ളതാ. രാജി കുറച്ചു കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും. അവൾ അവിടെ വന്ന് ഇടയ്ക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കുന്നോണ്ടാ ഇവര് രക്ഷപ്പെട്ടു പോകുന്നത്. സുഹറ, ഞാൻ ഇറങ്ങണേ. ആരത്? നിങ്ങളെ മോൻ ബിജുവിനെ തെരഞ്ഞ് പോലീസുകാർ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ഈശ്വര, ബേജാറാവല്ലേ ശാന്തെടുത്തിയെ. എന്തെങ്കിലും ചെറിയ കാര്യമാവോ? കാര്യം ചെറുതായാലും വലുതായാലും പോലീസല്ലേ വന്നത്. കണ്ടവരോട് കാശ് കടം വാങ്ങിയ അത് തിരിച്ചു കൊടുക്കണമെന്ന് പോലീസ് വന്ന് ഉണർത്തിക്കണോ സാറിനെ? വെറും കടല്ല, പലിശക്ക. അതിന് ചെക്ക് മുദ്ര പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സാർ. ഓന്റെ ഉമ്മാന്റെ ചെക്ക് ബാങ്കിൽ ഒരു ഒറ്റ ഉറപ്പില്ലാത്ത നിന്റെ ചെക്ക് എന്തിനാണോ? കുറിച്ചിന്നാനോ? പറഞ്ഞ ഡേറ്റ് ഒക്കെ തെറ്റിച്ച് വിളിച്ചാ ഫോൺ എടുക്കൂല. ഫ്രോഡ്. സാർ എങ്ങനെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കും. എന്നാ പിന്നെ തനിക്ക് നേരത്തെ ഉണ്ടാക്കായിരുന്നില്ലേ? ഓഫ് സൈഡ് കയറി കളിക്കല്ലേ. വാ, വന്ന് വണ്ടി കയറി, നമുക്ക് അവിടെ തീർക്കാം. വാ. എന്റെ പൊന്ന് സാറേ, അവനെ ഒന്നും ചെയ്യല്ലേ. അവൻ വെറും പാവോ. കണ്ടവരോട് കടം മേടിച്ച് മുങ്ങി നടക്കുന്ന ഇവനെ പിന്നെ എന്ത് ചെയ്യണം? ദയവീത് അവനെ ഉപദ്രവിക്കരുത്. ഇതിലിടപെടാൻ നിങ്ങളൊക്കെ ആരാ? ഉള്ള കഷ്ടപ്പാടും കണ്ണീരും പങ്കിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്നവരാ ഞങ്ങള്. പട്ടിണി മാറ്റാൻ പെടാപ്പാട് പെടുന്ന കുടുംബശ്രീ പ്രവർത്തകര്. ഓ, അങ്ങാടി പെണ്ണുങ്ങള്. അങ്ങാടി പെണ്ണുങ്ങളാണ് നിങ്ങൾ പറയുന്നത് സാർ. ഈ പട്ടണത്തിലെ ഓരോ വീട് വൃത്തിയാക്കുന്ന പെണ്ണുങ്ങളാ. അത് ഞങ്ങൾക്കൊരു അന്തസ്സാ. നിർത്ത്. ഒന്ന് വണ്ടി കയറി. ഒന്ന് നിൽക്ക്. ഇവർക്ക് കൊടുക്കാനുള്ള കാശ് ഒരൊറ്റ ആഴ്ച ഞങ്ങൾ അത് കൊടുത്തു തീർക്കും. അതിനെന്താ ഉറപ്പ്? ഞങ്ങൾ ഇടപെട്ട സ്ഥിതിക്ക് വാക്ക് മാറില്ല, തന്നിരിക്കും. ശരി, ഇന്ന് ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് പൈസ കിട്ടിക്കോളണം. അല്ലെങ്കിൽ അറിയാലോ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാ നിന്നെ. നിന്റെ കണ്ണൊന്ന് അടഞ്ഞു പോയാ നീ നിന്റെ ഈ കുട്ടികളും കെട്ടികളും എങ്ങനെ ജീവിക്കടാ? മടുത്തു. ഞാൻ ഉപദേശിച്ചും പറഞ്ഞു മടുത്തു. നിനക്ക് ഈ തണ്ടും തടിയുള്ള നിനക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയി ഈ കുടുംബം നോക്കിക്കൂടെ? എത്ര കാലാന്ന് വെച്ചിട്ടാ പണവും വാങ്ങി കള്ളു കുടിച്ച് ചീട്ടും കളിച്ച് ഉപദേശിക്കാൻ ഇറങ്ങിയതാ. ഇതൊക്കെ കുറെ കാലായിട്ട് കേൾക്കുന്നതാ. പുതിയ എന്തെങ്കിലും പറ, കേൾക്കാം. സ്വന്തം അമ്മയും കെട്ടിയോളി മക്കളെയും കഷ്ടപ്പെടുത്തി ലഘു ലകാലുല ജീവിക്കുന്ന നിനക്ക് എന്ത് പുതിയ വേദാന്താ കേൾക്കേണ്ടത്?
ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടത്. എടി സുഹറ, എടി സുഹറയല്ല, സുഹറ. നാടിനും വീടിനും ഗുണമില്ലാതെ ആണാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നിന്നെ പോലെ കുറെ അസത്തുകൾ ഈ നാട്ടില്. കൂട്ടത്തോടെ തല്ലി കൊല്ലിയാ വേണ്ടത്. ഈ കണ്ണീരല്ല വേണ്ടത്, പെണ്ണായി നിൽക്കണം. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അല്ല, ഇതിപ്പോ പഠിക്കാന്നോ അതോ പഠിക്കാന്ന് കാണിക്കാൻ വേണ്ടി പഠിക്കാന്നോ? ഞങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട് രാജേച്ചി. പഠിക്കണം, നല്ലോണം പഠിക്കണം. അറിയാലോ, പെൺകുട്ടിയോളാ. പഠിക്കേണ്ട സമയത്ത് നല്ലോണം പഠിച്ചില്ലെങ്കിലേ അമ്മയെ ഞാനും ഒക്കെ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ആ, വായിക്ക. പുതിയ കുട പള്ളിക്കുട. ഏയ്, പള്ളിക്കുടയല്ല, പുള്ളിക്കുട. വായിക്ക. രാജി, നീ വരുമ്പോ മാത്രം പുസ്തകം ഒന്ന് തുറക്കും, ആ. അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലാ. നല്ല പഠിത്തക്കാരാ. ആരാ അവിടെ നിന്ന് ഇരുട്ട് തൊളിച്ചു നിൽക്കാതെ വിളിച്ചിട്ട് വാടാ. അല്ലടി, നീ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നതോ അതോ ലവിന്റെ പരീക്ഷ എഴുതാൻ വന്നതോ? ഞാനൊന്ന് അങ്ങോട്ട് കയറിക്കോട്ടെ, വെട്ടരുത് തന്നെ. ആൺതുണയില്ലാത്ത വീടാ. ഒരു കൊടുവാള് ഞാൻ എപ്പോഴും കരുതി വെക്കാറുണ്ട്. വാ വാടി. ആ, മക്കള് പോയി കിടന്നു. ഇന്ന് പഠിച്ചത് മതി. ഹായ്. നാളെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം. ആ. ഈ അന്തിക്കാഴ്ചകളൊക്കെ അവസാന അപകടത്തിലേക്ക് ആവരുത് കേട്ടോ. ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല. ഞങ്ങള് ഒരുമിച്ച് തന്നെ ജീവിക്കും. ഒന്നും മിണ്ടിയും പറഞ്ഞ് കുറച്ചു നേരം അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഞാനാ പറഞ്ഞ ഇവിടെ കാണൂന്ന്. തെറ്റായോ? തെറ്റ് നമ്മൾ ചെയ്യാതിരുന്നാ മതി. സ്നേഹമുള്ള ഒരാള് എന്നും കൂടെ ഉണ്ടാവുക, അതിനും വേണം ഒരു ഭാഗ്യം. എനിക്കതുണ്ടായിരുന്നു. ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഈശ്വരൻ. ഒന്ന് മിണ്ടി പറയാൻ വിചാരിച്ച നിങ്ങളെ ഞാൻ എണ്ണി പറഞ്ഞു വെറുപ്പിച്ചു അല്ലേ? നടക്കട്ടെ. ദേ, മിണ്ടിപ്പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതും ഇവിടെ ഇരുന്നിട്ട്. സമ്മതിച്ചു ഹെഡ് മാഷേ. പിന്നെ എന്റെ ശ്രദ്ധ എവിടെ ഉണ്ടാവും. ഗിരിചേച്ചി, എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? കാണാൻ വേണ്ടി. എന്ത്? നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. വിട്. ഇത്തരം നമ്പറൊന്നും വേണ്ടട്ടോ മോനെ. ഓ, വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടോ വിശ്വാസം ഇല്ലാത്തോണ്ടോ അല്ല. ഈ ഇഷ്ടം എന്നും ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥന ഉണ്ട്. നിന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇന്നും ആരോ നീട്ടിത്തരുന്ന കാശും വാങ്ങി കണ്ടവന്റെ കയ്യും കാലും വെട്ടിയും ജീവിതാർത്ഥെടുത്തും ആർക്കും വേണ്ടാത്തൊരു ജീവിതമായി പോവായിരുന്നുണ്ടത്. വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പ്ലംബിംഗ് പണിയിലൂടെ കിട്ടുന്ന കാശുകൊണ്ട് ഒരു കൊച്ചു വീട്, അതിനുള്ളിൽ നീയും ഞാനും, പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ രാമകൃഷ്ണേട്ടൻ ചേച്ചിയുടെ ഭർത്താവായിട്ടല്ല, എന്റെ ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ബന്ധം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. അയാൾ ഇപ്പോഴും എന്നെ ഒരു പോലീസുകാരന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിന്റെ കുഴപ്പത്. അതിന് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ നമുക്ക്. എല്ലാം നേരെയാവുന്നേ, ഇല്ലെങ്കിൽ നേരെയാക്കണം. എല്ലാ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞ് സ്നേഹിക്കുന്ന മനസ്സുകളെ ദൈവം കൈവിടില്ല. എന്താ ഷബീറെ? എടാ, നീ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ലോറി തെരുവിൽ എത്തണം. എന്താ കാര്യം? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. എന്താ? ഒന്നുമില്ല. ഒരു കോള് വന്നിട്ടുണ്ട്. 10:45 കിട്ടുന്ന കാര്യ. ഈ എവിടെയാടാ? അന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുഴൽപ്പണപ്പതി വരുന്നുണ്ട്. വീട്ടുകാര് വിളിച്ചു പറഞ്ഞതാ. ഇവര് 3 പോയി പണിയും തീർത്ത് പൈസയും കൊണ്ടുവരും. ഒരു ചെങ്ങായി എന്നുള്ള എനക്ക് അണക്കെന്തേ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഈ ആവുമ്പോ എനിക്കൊരു ധൈര്യമുണ്ട്. ഞാൻ ഇറങ്ങണ്ടല്ലോ. എന്തേ ഷബീറെ, ഞാനില്ല ഇതിനൊന്നും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്ലംബിംഗ് പണി അത് മതി എനിക്ക്. ആ എച്ചിലെടുക്കുന്ന പെണ്ണ് തലേ കയറിയപ്പോ നിനക്ക് പ്രാന്തായല്ലേ? അതെ, ഇത് കാമപ്രാന്താ.
കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങ് മടുക്കും. വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പണിക്കൊക്കെ കുഴൽപ്പണം കൊട്ടേഷൻ. ഇനി ഞാനില്ല ഒന്നിനും. ഉള്ള സന്തോഷം ചെറുതാണെങ്കിലും അത് മതി എനിക്ക്. മണേ, ഇതാണ് നിന്റെ തീരുമാനമെങ്കിൽ എന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല, ഈ ഇവിടെ വന്നിട്ടുമില്ല. വിട്ടോ വിട്ടോ. ആരാ? അഷ്റഫ്ക്കാണുപ്പാ. ആ, എത്തിയോ? നട്ടപ്പാരക്കെങ്കിലും വന്ന് കേറിയല്ലോ എന്റെ പുന്നാര മോൻ. അല്ലടോ ചങ്ങായി, എന്നെ ഒന്ന് പകൽ വിളിച്ചിട്ട് കാണാൻ പൂതിയായി തുടങ്ങിക്കുന്നു. ഓരോ പണിത്തിരക്കുണ്ടല്ലോ ഉപ്പ. എന്റെ ഉപ്പാന്റെ ആശയം പൂതിയൊക്കെ ഞാൻ തീർത്തിരുന്നുണ്ട്. പോരെ? എന്നാ എനിക്കൊരു പെണ്ണ് കെട്ടിച്ചുണ്ടോ? അതിന് ഈ കോയാനെ കിട്ടൂലെന്ന് എന്റെ ഉമ്മ മരിച്ച കാലം തൊട്ട് എനിക്കറിയില്ലേ. വേണ്ടത് നല്ലൊരു മീൻകൂട്ടാൻ കൂട്ടി ചോർന്നുമ്പം ഈ ഇല്ലെങ്കിൽ അതിനൊരു രസവും ഇല്ലൊരു ചങ്ങായി. ബാങ്കിൽ പൈസ ഉണ്ടോ? പിന്നെ എന്നും മേശപ്പുറത്ത് ബിരിയാണി അല്ലേ, നമുക്കിരുന്ന് അങ്ങോട്ട് തിന്നൂടെന്ന്. അങ്ങനെ എന്നും ബിരിയാണി തിരിച്ച് ഈ നമ്മളെ കൊല്ലാൻ നോക്കണ്ട. ഒന്നും തിന്നാൻ കൊടുക്കണ്ടോ? അതെന്നും മേശപ്പുറത്ത് വിളമ്പി വെക്കണല്ലേ ഉപ്പാ, ആളെത്താഞ്ഞിട്ടല്ലേ. തിരക്ക് ഏതാ എന്തിനാന്നറിയാത്ത തിക്കും തിരക്കും മനുഷ്യന്മാർക്ക്. ഞാനും കൊറേ തിരക്കനാണ്ടു. എന്നാ നിങ്ങളായിക്കോളി. ചെലി ചെലി ചെലി. അല്ലാ, അല്ല എന്തെങ്കിലും കഴിക്കണ്ടേ നിങ്ങക്ക്? ഞാൻ കഴിച്ചതാ, നീ കഴിച്ചില്ലേ? ഇല്ല. ഇതെന്താ ഇത്? കുറച്ച് പൈസയാണ്, ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ളതാ. ഇപ്പൊ തന്നെ പുറപ്പെടണം. കുട്ടികളെ പോറ്റണ്ടോ? ഇതൊക്കെ എനിക്ക് പേടിയാവണുണ്ട്. ഇങ്ങനെ പേടിച്ച ജീവിതം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങൂല. എന്റെ സീനത്തെ 2 ആൺകുട്ടികളാ. ഇന്നത്തെ കാലത്ത് നല്ല നിലക്ക് പഠിപ്പിച്ച് പോറ്റില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ജീവിതത്തിൽ തോറ്റുപോകും. എന്താ